ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഒരു യാത്ര പോണേണ്. തേക്കടിയിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു വാട്ടർഫോൾസാണിത്. വളഞ്ഞങ്ങാട് വാട്ടർഫോൾസ് എന്ന് പറയും. ഇത് പോകുന്ന റൂട്ട് തന്നെയാണ്. പരുന്തുംപാറ എന്ന് പറയും. എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തൊരു സ്ഥലമാണിത്. വളരെ പ്രകൃതി രമണീയമായ കോടയെല്ലാം നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല. എത്ര കണ്ടാലും മതി വരില്ല. ഏകദേശം ഞാനൊരു 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും ഞങ്ങളിതിൻ്റെ ഒരു 5 ഹിൽസ്, അതായത് ചെറിയ ചെറിയ ഹിൽസിൽ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയതാണിത്. ഇവിടെ നല്ല കോടയായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. നല്ല കാറ്റും കോടയും തണുപ്പൊക്കെ ആയിരുന്നു. ഞങ്ങൾ പോയ ജീപ്പാണ് ഞങ്ങളുടെ ബാക്ക് സൈഡിൽ കാണുന്നത്. നല്ല യാത്രയായിരുന്നത്. ഇതാണ് പരുന്തുംപാറയിലെ താഴത്തെ വ്യൂ പോയിൻ്റ്. ഇവിടെയാണ് അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എത്ര മനോഹരമാണ്! ഇതുപോലൊരു കാഴ്ച ഞാൻ വേറൊരു സ്ഥലത്ത് ഇതുവരെ കണ്ടിട്ടില്ല. തേക്കടിയിൽ ഞങ്ങൾക്ക് റിസോർട്ട് കിട്ടിയത് പെരിയാർ മൗണ്ടൻ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഇത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഏകദേശം രാവിലെ ഒരു 7 മണി 7:30 വ്യൂ ആണിത്. നല്ല ഭംഗിയുള്ള അതായിരുന്നു കേട്ടോ. ഫ്രണ്ട് സൈഡിലെ വ്യൂ എല്ലാം നല്ല തണുപ്പും. ഇത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ്, പെരിയാർ മൗണ്ടൻ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോയത് എലിഫൻറ്റ് ജംഗ്ഷൻ, അതായത് ഒരു ആന സവാരിയൊക്കെയാണ്. ഇതിൽ നമുക്ക് വളരെ സേഫായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കൊട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മുകളിൽ കയറാൻ, യാത്ര ചെയ്യാനൊക്കെ പറ്റും. വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്തതായി പോയത് ആയുർവേദ ഗാർഡനാണ്. ഇവിടെ ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഹിൽ ടോപ്പിലേക്കാണ്, ട്രക്കിംഗ് ആയിരുന്നു. ഇത് പോകുന്ന വഴി കണ്ട ഒരു പുഴയുടെ ഒരു തീരത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി ആ വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചതാണ്. ആ വീഡിയോയാണിത്. ഇതിനുശേഷം ഞങ്ങളുടെ ജീപ്പ് യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ആദിവാസി സമൂഹങ്ങളൊക്കെ താമസിക്കുന്ന ഒരു ഫോറസ്റ്റ് പാത, ഓഫ് റോഡ് ട്രക്കിംഗ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ സത്രം ആദ്യത്തെ ഹിൽ ടോപ്പാണ്. ഇവിടെ ഞങ്ങൾ അധികം മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റിയില്ല, സമയം ഉച്ചയായിരുന്നു. എന്തായാലും ബൈനോക്കുലർ വ്യൂവിൽ ഞങ്ങൾ ആനനെയൊക്കെ കണ്ടു. വളരെ കാറ്റും തണുപ്പും വെയിലും എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു അടുത്ത ഹിൽ ടോപ്പിലേക്ക്. ഇത് പോകുന്ന വഴി കണ്ട ഒരു ചെറിയൊരു അരുവിയാണ്. ഇത് അടുത്ത സത്രം തന്നെയാണ്, അടുത്ത ഒരു ഹിൽ ടോപ്പാണിത്. ഇവിടെയും അതിമനോഹരമായ വ്യൂ ആയിരുന്നു. നല്ല തണുത്ത കാറ്റും വെയിലും എല്ലാം കൂടി മാറി മാറി ഇങ്ങനെ വീശിക്കൊണ്ട്. രണ്ടാമത്തെ ഹിൽ ടോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം മെയിൻ റോഡിലേക്ക് കയറുകയും
അതിലൂടെ ഇരുവശങ്ങളും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് വന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആനയുടെ ബൈനോക്കുലർ വ്യൂ ആണ്. നിങ്ങളാ നടുക്ക് കാണുന്നത് ആനയാണ്. നമുക്ക് അത്രയും ദൂരെ നിന്നാണ് കാണാൻ പറ്റിയത്. ഇത് ഞങ്ങൾ പോകുന്ന വഴി കണ്ട ഒരു തേയിലത്തോട്ടമാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോന്നു പയ്യെ.